കഴിഞ്ഞ് അലർജിയുടെ ബുദ്ധിമുട്ടുണ്ടോ? എന്നാൽ ഇത്തരം കാര്യങ്ങളൊന്ന് ചെയ്തു നോക്കും. ഒരുപാട് ആളുകൾക്ക് കൂടുതലായിട്ട് പെട്ടെന്ന് കുളിക്കുമ്പോൾ ടെമ്പറേച്ചർ ചേഞ്ച് വരുമ്പോൾ കുളിച്ചതിന് ശേഷമൊക്കെ വളരെയധികം ബുദ്ധിമുട്ട് വരാറുണ്ട്. അപ്പോൾ അതൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ഒന്നാമതായിട്ട് ചെറിയ ചൂടുള്ള വെള്ളത്തിൽ കുളിക്കുക എന്നുള്ളതാണ്. നല്ല തണുത്ത വെള്ളത്തിൽ നമ്മൾ കുളിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ മൂക്കടപ്പ് അതുപോലെ തുമ്മലൊക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ്. ഒരുപാട് ചൂടുള്ള വെള്ളം ഉപയോഗിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ സ്കിന്ന് ഡ്രൈ ആയി പോകാനും സാധ്യതയുണ്ട്. അപ്പോൾ ഒരു ചെറിയ ചൂടുള്ള വെള്ളത്തിൽ കുളിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതുപോലെ തന്നെ കുളിക്കുമ്പോൾ ഭയങ്കര സ്മെല്ലുള്ള സ്ട്രോങ് സ്മെല്ലുള്ള ഷാമ്പൂ സോപ്പുകൾ ഉപയോഗിക്കുന്നതും കഴിയുന്നതും കുറയ്ക്കുക. തല കുളിക്കുമ്പോൾ മൂക്കിനകത്ത് വെള്ളം കയറാതിരിക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ വായിൽ നമ്മൾ പറഞ്ഞു, ഒരു വീഡിയോ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, വായിൽ വെള്ളം ഹോൾഡ് ചെയ്തിട്ട് കുളിക്കുക. ഇടയ്ക്ക് വേണമെങ്കിൽ തുപ്പി കളഞ്ഞ് വീണ്ടും ഹോൾഡ് ചെയ്ത് കുളിക്കുന്നതിലൂടെ നമുക്ക് ആ ടെമ്പറേച്ചർ വേരിയേഷൻസ് ഒഴിവാക്കാൻ പറ്റാറുണ്ട്. അങ്ങനെ കുളിച്ച് കഴിഞ്ഞതിന് ശേഷമുള്ള തുമ്മൽ നമുക്ക് നല്ല രീതിയിൽ കുറയ്ക്കാൻ പറ്റും. പിന്നെ കുളിക്കുന്ന വെള്ളം നല്ല വൃത്തിയുള്ളതായിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. തണുത്ത കാലാവസ്ഥയിലോ അതുപോലെ തന്നെ മഴക്കാലത്തോ ഒക്കെ ഈ അലർജിയുള്ള ആളുകൾ കുളിക്കുമ്പോൾ വൈകുന്നേരങ്ങളിലുള്ള കുളി കഴിയുന്നതും ഒഴിവാക്കുക. കാരണം വൈകുന്നേരങ്ങളിൽ കുളിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ തലക്ക് കൂടുതലായിട്ട് തണുപ്പ് വരാനും ഈ കഫക്കെട്ട് അതുപോലെ തന്നെ തുമ്മല് മൂക്കടപ്പൊക്കെ കൂടുതലാവാനുള്ള സാധ്യത വളരെയേറെയാണ്. ഒരു 7 മണി മുതൽ 10 മണി വരെയുള്ള ടൈമാണ് കുളിക്കാൻ ഏറ്റവും നല്ലത്. ആ സമയത്ത് കഴിയുന്നതും കുളിക്കാൻ ശ്രമിക്കുക. കഴിയുന്നതും ഈ അലർജിയുള്ള ആളുകൾ ഉച്ചയ്ക്ക് ശേഷമുള്ള കുളിയും അതുപോലെ തന്നെ വൈകുന്നേരം അല്ലെങ്കിൽ രാത്രി കാലങ്ങളിലുള്ള കുളി ഒഴിവാക്കാൻ ശ്രമിക്കുക. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ അലർജിയുടെ ബുദ്ധിമുട്ടുകൾ നല്ല രീതിയിൽ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ്. ഇൻ കേസ് നിങ്ങൾക്ക് വൈകുന്നേരങ്ങളിൽ കുളിക്കേണ്ടി വന്നാൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? പെട്ടെന്ന് തന്നെ മുടി ഉണക്കി ഡ്രൈ ആക്കി വെക്കേണ്ടതാണ്. കാരണം കൂടുതലായിട്ട് തണുപ്പ് നിൽക്കുമ്പോൾ ഈ ബുദ്ധിമുട്ടുകളൊക്കെ കൂടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ കുളിച്ച് കഴിഞ്ഞതിന് ശേഷം വളരെ ഉണങ്ങിയിട്ടുള്ള ഒരു ടവൽ ഉപയോഗിച്ചിട്ട് പെട്ടെന്ന് തന്നെ സ്കിന്ന് നല്ല രീതിയിൽ ഡ്രൈ ആക്കി വെക്കേണ്ടത് ആവശ്യമാണ്. തൊലിപ്പുറത്തുള്ള അലർജിയുള്ള ആളുകൾക്ക് അതൊരു പിന്നെ ബുദ്ധിമുട്ടായി മാറാറുണ്ട്. ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതിലൂടെ കുളി കഴിഞ്ഞതിന് ശേഷമുള്ള അലർജിയുടെ എല്ലാ ബുദ്ധിമുട്ടുകളും നമുക്ക് നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാൻ പറ്റാറുണ്ട്.